ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി തട്ടം. എളുപ്പമായി അടുക്കളയിൽ ഉണ്ടാക്കി നിങ്ങളുടേതാക്കാം ഈ കേരള സ്റ്റൈൽ ഡിഷ്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇന്നിവിടെ ഒരു മൂട് കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ പൊളിച്ച് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു 3-4 പ്രാവശ്യം കപ്പ കഴുകിയിട്ടുണ്ട്. അഞ്ചാമത്തെ പ്രാവശ്യമാണ് കപ്പ കഴുകി വാരുന്നത്. അപ്പോൾ കപ്പ കഴുകി വാരി അത് നികക്കെ വെള്ളം ഒഴിച്ച് അടുപ്പിൽ തീ കത്തിച്ച് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ തേങ്ങ പൊതിച്ചത് ഇല്ലാഞ്ഞത് കൊണ്ടായിരുന്നു തേങ്ങ പൊതിക്കുന്നത്. അപ്പോൾ തേങ്ങ പൊതിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു പൊങ്ങുണ്ടായിരുന്നു. അപ്പോൾ പൊങ്ങ് മാറ്റിയിട്ടാണ് തേങ്ങ ചിരകുന്നത്. തേങ്ങ ചിരകി ഞാനിവിടെ കർണംപൊട്ടി മുളകാണ് എടുത്തിട്ടുള്ളത്. മുളക്, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ചതച്ച് തിളപ്പിച്ച കപ്പ ഊറ്റി വെന്തോന്ന് നോക്കിയതിന് ശേഷം ഊറ്റി അതിലേക്ക് ഈ ചതച്ച് വെച്ച തേങ്ങയും ഒരിത്തിരി കുറച്ചുപ്പും പാകത്തിനുപ്പും കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചുറ്റിച്ച് നമുക്കിത് ഇളക്കിയെടുക്കാവുന്നതാണ്. കേരളീയരുടെ ഒരു ഇഷ്ടഭക്ഷണമാണ് ഈ കപ്പയും മീൻകറിയും എന്നുള്ളത്. ഒരു അടിപൊളി കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിവിടെ ആക്കിയിരിക്കുന്നത് കപ്പയും തലക്കറിയുമാണ്. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.